ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും അത് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ പായസം വാങ്ങിക്കാനായിട്ട് പോകുവാണ് കേട്ടോ. എവിടേക്കാന്നല്ലേ? തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്കാണ് പോകുന്നത്. അതായത് അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ്. അവിടെ നിന്നാണ് വാങ്ങിക്കാൻ പോകുന്നത് കേട്ടോ. അതിവിടെ അടുത്താണ്, നമ്മുടെ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെയൊക്കെ ആ ഭാഗത്താണ്. അവിടെ അറിയാൻ പറ്റിയിരിക്കും, തിരുവമ്പാടി അമ്പലമൊക്കെ എല്ലാവർക്കും അറിയാലോ. തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി അമ്പലം. അമ്പലത്തിൻ്റെ അവിടുന്ന് അമ്പലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ആണ്. അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ്. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ ആ വഴി നമ്മുടെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് പായസം വാങ്ങിക്കാൻ പോകുന്നത്. പെട്ടെന്ന് എന്തോ എനിക്ക് ഇന്നൊരു പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ വിചാരിച്ചു എന്താണ് ഇനിയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് എന്താണെങ്കിലും ഇനി വയ്യ, സമയവും ഇല്ല. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഒരു പായസം വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് നമുക്ക് അവിടെ കിട്ടില്ല. നമുക്ക് 1 ലിറ്റർ പായസം വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാലട. നമ്മൾ ഓണത്തിനും എന്തൊക്കെ അതുപോലെ ചില ഫംഗ്ഷൻസിനും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട. അപ്പോൾ വിചാരിച്ചു ഒരു പാലടയും അതുപോലെ പരിപ്പും വാങ്ങിക്കാം. അത് പരിപ്പ് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ 1 ലിറ്റർ പാലടയും 1 ലിറ്റർ പരിപ്പും വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓണത്തിനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പാലട പരിപ്പ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ഇടയ്ക്ക് നമുക്ക് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ആഗ്രഹമുള്ളപ്പോഴൊക്കെ. പക്ഷേ ഇന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഇത്തിരി മടിയെന്ന് തന്നെ പറയാം. അപ്പോൾ വിചാരിച്ചു നമുക്കിവിടെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ ഒരു മടി തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ പോയി വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ്. അവിടെ എപ്പോഴും അവൈലബിൾ ആണ് പായസം. അപ്പോൾ നമുക്ക് ഇന്ന് പോയാലോ അങ്ങോട്ടേക്ക്? അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. അതിനൊപ്പം തന്നെ ഞാൻ വിചാരിക്കുവാണ് അവിടെ കാറ്ററിംഗ് കമ്പനിയുടെ അകത്തൊന്ന് കയറിയാലോ, പാചകപ്പുരയ്ക്ക് അകത്ത് കയറി അതിന് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടാലോ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അവർ ഇത് പെർമിഷൻ തരുവാണെങ്കിൽ നമുക്ക് അകത്ത് കയറുകയും ചെയ്യും. അപ്പം നമുക്ക് പോയാലോ എന്നല്ല. അപ്പം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് പായസം കുടിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ അതും കൂടി നമുക്ക് വിശേഷങ്ങൾ കാണാം. പോയാലും നമുക്ക്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും സന്ധ്യാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ നമ്മുടെ അമ്പിസ്വാമി കാറ്ററിംഗ് കമ്പനിയുടെ പാചകപ്പുരയിലേക്കും സ്വാഗതം. അത് നമുക്കൊന്ന് ചോദിച്ചിട്ടാണ് തീരുമാനിക്കുക അവർ. എന്നാലും നമുക്ക് ചോദിക്കാം. പോയാലോ? വരും. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസിലേക്കാണ്. നമ്മൾ തിരുവമ്പാടി അമ്പലം കഴിഞ്ഞിട്ട് ഉള്ള റൈറ്റ് എടുത്ത് പോകുമ്പോൾ കേരള ജ്യോതിഷ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ അവിടുന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ് കാണുന്നത്. അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസ് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഞാനിവിടെ തറവാട് എന്നറിയപ്പെടുന്ന അമ്പിസ്വാമി കാറ്ററിംഗ് സർവീസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാവിലെ സമയങ്ങളിൽ വന്നാൽ സദ്യയ്ക്കുള്ള എല്ലാ കറികളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ വൈകുന്നേരങ്ങൾ വരെ നമുക്ക് പായസം നമുക്ക് ലഭിക്കുന്നതാണ്. പാലട, പരിപ്പ്, പഴം, ഗോതമ്പ് എന്നിങ്ങനെയുള്ള 4 പായസവും വൈകുന്നേരം ഒരു 7 മണി വരെ ഇവിടെ ലഭ്യമാണ്. എപ്പോൾ പായസം കുടിക്കണമെന്ന് തോന്നിയാലും നമുക്ക് ആ നിമിഷം ഒന്ന് ഉണ്ടാക്കാൻ ഇത്തിരി മടി തോന്നിയാൽ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇഷ്ടമുള്ള പായസം വാങ്ങിച്ചുകൊണ്ട് പോകാം. വൈകുന്നേരം ഒരു 7 മണി വരെ ലഭ്യമാണ്. എങ്കിലും ഞാനിവിടുത്തെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരണം. ചില സമയത്ത് പരിപ്പും പഴമൊക്കെ ആയിട്ട് നേരത്തെ തീർന്നു പോയി നിൽക്കുക കേട്ടോ. കറികൾ മാത്രമായിട്ട് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ വെയിറ്റും വിവരങ്ങളുമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു കൗണ്ടറിൽ നമ്മൾ ബില്ലടിച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി കൗണ്ടറിലാണ് നമുക്ക് പായസം അവർ കൊണ്ടുവന്ന് തരുന്നത്. ഇവിടെ കൊണ്ട് വെക്കും കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ അകത്ത് പാചകപ്പുര കാണാം കേട്ടോ. പാചകപ്പുരയ്ക്ക് അകത്തേക്ക് ഒന്ന് കയറിക്കോട്ടെന്ന് നമുക്ക് ചോദിക്കാവേ. അകത്തിങ്ങനെ അടുത്ത പായസം ഇങ്ങനെ ഉരുളിയിൽ തിളയ്ക്കുന്നതും വലിയ വാർപ്പ് ഇങ്ങനെ പുക പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ പായസം വാങ്ങിക്കാൻ നിൽക്കുന്ന കൗണ്ടറാണ് കേട്ടോ. അവിടെ നിന്ന് അകത്തെ കാഴ്ചകൾ നമുക്ക് ശരിക്കും കാണാം. അപ്പം ഞാനിവിടെ അന്വേഷിച്ചു. അപ്പോൾ ഒന്ന് അകത്തൊന്ന് കയറിക്കോട്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് അകത്ത് കയറി ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. ആ പായസം കുടിക്കുകയാണെങ്കിൽ ഞാനപ്പോൾ ഡിസ്പോസിബിൾ കപ്പ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വാങ്ങിച്ച പായസത്തിൽ നിന്ന് ആ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പണ്ടിങ്ങനെ ഒരു ഗ്ലാസ് 40 രൂപ എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്ലാസ്സിനും കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് കുടിക്കാം. മീൻസ് നമ്മൾ 1 ലിറ്റർ പായസം വാങ്ങിച്ച് നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. അല്ലാതെ സെപ്പറേറ്റ് ഗ്ലാസ്സിൽ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട്. ആ സൈഡിൽ തന്നെ റെയിൽവേ പാളമാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം എപ്പോഴും ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തൊന്ന് കയറി ഷൂട്ട് ചെയ്തോളാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. ഇവിടെ വലിയൊരു ഉരുളിക്കകത്ത് നമ്മുടെ ശർക്കര ഉപ്പേരി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നാളെ ഒരു 200 പേരുടെ ഒരു ചെറിയ ഫംഗ്ഷൻ്റെ ഓർഡർ ഇവർക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഇത് ശരിയാക്കി വെച്ചിരിക്കുന്നത്. ശർക്കര ഉപ്പേരി റെഡിയാണ്. പിന്നെ പാലടയുടെ പാല് ഇവിടെ കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തലേദിവസം ഇങ്ങനെ പാലിങ്ങനെ കുറുക്കി കുറേ നേരം കുറുക്കി കഴിയുമ്പോഴാണ് ഈ ഒരു കളറ് കിട്ടുന്നത്. പാൽ നല്ല പശുവും പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ വെക്കുവാണ്. ബാക്കി പ്രൊസീജിയറൊക്കെ നാളെയാണ് ഇവർ ചെയ്യുന്നത്. ഇത് എത്ര സദ്യയാണ്? കല്യാണമാണോ? കായുപ്പേരിയൊക്കെയോ? കായുപ്പേരി നാളെ. നല്ല ശർക്കര ഉപ്പേരിയാണ് കേട്ടോ. അതാ നല്ല ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുകയാണ്. അത്രയ്ക്ക് നല്ല സ്മെല്ല് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ നാളത്തേക്കുള്ള സദ്യക്കുള്ള പാലടയുടെ പാലാണ് ഇങ്ങനെ വറ്റിച്ച് കൊണ്ടിരിക്കുന്നത്. പരിപ്പ് പായസം ഇന്നത്തെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചേക്കുവാണ്. പരിപ്പും പാലടയും പഴവും ഗോതമ്പൊക്കെ എന്നും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂട്ടുകറിക്ക് വേണ്ടിയുള്ളത്. അപ്പം നാളത്തേക്കുള്ള 200 പേർക്കുള്ള സദ്യക്ക് എല്ലാം അരിഞ്ഞ് റെഡിയാണ്. പിന്നെ ഉണക്കമുളകും മല്ലിയും എടുത്ത് വെച്ചേക്കുവാണ് മൂപ്പിച്ചിട്ട് നാളെ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ. അപ്പം നാളെ അത് മൂപ്പിച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കിയ ഫ്രഷ് സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പാത്രങ്ങളൊക്കെ നീറ്റായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുവാണ്. വേറെ വലിയ ഉള്ളിയായിട്ട് ചേട്ടൻ ഒന്നും കൂടെ വരുമോ സംസാരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ്റെ കാണാൻ വേണ്ടി? അപ്പൊ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണ്ടേ നമ്മള്? അപ്പൊ ചേട്ടൻ എത്ര നേരം ഇതിനെ കത്തിച്ച് എത്തോളം പറ്റിക്കണതിന്? 5 മണിക്ക് വെച്ചേക്കാണ്. അതേപോലെ നമ്മുടെ ചേട്ടൻ അസീസ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നാളെ ഒരു 200 പേരുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പേരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ പാലടയുടെ പാലിങ്ങനെ കുറുക്കി വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ പശുവും പാല് കുറുകി ആ കളറ് വരികയോ ചെയ്യുന്നത് ഉണ്ടാവും. അപ്പോൾ നാളത്തേക്കുള്ള സദ്യയുടെ പ്രിപ്പറേഷനാണ്, പ്രിപ്പറേഷൻസ്. ബാക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നാളെ രാവിലത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ അടുക്കളയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പശുക്കളെ കാണാൻ നമുക്ക് അകത്തുകൂടി തൊഴുത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ അപ്പുറത്തെ റോഡിൽ ഭാഗത്തുകൂടി പോകാം. അപ്പം ഞാൻ ഇതിനകത്തുകൂടിയാണ് കയറിയത്. അപ്പം പോണ വഴിക്കാണ് വലിയ ഉരുളികളൊക്കെ ഇരിക്കുന്നുണ്ട്. 2000 പേരുടെ സദ്യ ഉണ്ടാക്കുന്ന ഉരുളിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതാ നോക്ക്, ഇവിടെ പശുക്കൾ കുറേ കിടാവുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് ഈ തൊഴുത്തിനകത്ത്. രാത്രി സമയം ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ കണ്ടത്. ഒരുപാട് പശുക്കളുണ്ട്. 3-4 കുഞ്ഞു കിടാവുകളും ഇവിടെയുണ്ട്. ഇത് വലിയൊരു പശുത്തൊഴുത്താണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് എല്ലാ പശുക്കളുണ്ട്. നമുക്ക് ഇരുട്ടായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ബാക്കിൽ ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ബാക്കിൽ വലിയൊരു തൊഴുത്താണ്. നമ്മളിവിടെ തന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് പശുക്കളാണ്. പിന്നെ ബാക്കോട്ടുണ്ട് വേറെ പശുക്കൾ. അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരുപാട് പുല്ലും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറേ ഇതൊക്കെ അവിടെ പുല്ലുമൊക്കെ ഇത് സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളീ കണ്ടത് 2000 പേരുടെ പായസത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറികളും എല്ലാം. നാളത്തേക്കുള്ള 200 പേരുടെ ആ ഒരു ചെറിയൊരു സദ്യക്കുള്ള എല്ലാ പച്ചക്കറികളും എല്ലാം അവിടെ റെഡിയാണ്. അതിൻ്റെ അരിയലും എല്ലാം സെറ്റായി. പാലടയുടെ പാലൊക്കെ കുറുക്കി വെച്ചു. ബാക്കിയെല്ലാം നാളെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പായസത്തിൻ്റെ ബില്ലടിക്കുന്ന സ്ഥലം. ചെന്ന് കയറുമ്പോൾ തന്നെയാണ്. അതുപോലെ തന്നെ രാവിലെ കറികളൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെയാണ് ബില്ലടിക്കുന്നത്. എല്ലാത്തിൻ്റെയും റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പാലട 1 ലിറ്ററിന് 240 എല്ലാ റേറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ബില്ലടിച്ചു കഴിഞ്ഞാൽ ഇത് ഡെലിവറി സെക്ഷനാണ്. ഇവിടെ നമുക്ക് പാലട കളക്ട് ചെയ്യാം.
അകത്ത് കയറി അങ്ങനെ ഒന്ന് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. നാളത്തെ സദ്യക്കുള്ള ബാക്കി പാചകമെല്ലാം വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങും എന്നാണ് പറയുന്നത്. എല്ലാം റെഡിയാണ്, പച്ചക്കറിയൊക്കെ റെഡിയാണ്, പാല് കുറുക്കി വെച്ചേക്കുന്നു, സാമ്പാർ പൊടിക്കുള്ള ആ ഒരു ഉണക്കമുളകും മല്ലിയും മൂപ്പിക്കാനുള്ള അത് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നാളെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ വീഡിയോ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? നമ്മൾ വിചാരിച്ചതിനെയും കാട്ടും നല്ല രീതിയിൽ നമുക്ക് അംബിസ്വാമി കാറ്ററിംഗ് സർവീസിൻ്റെ അകത്ത് പാചകപ്പുരയിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഇല്ലേ? ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവർ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടായിരുന്നില്ലേ, ഞാനും ഉണ്ട് ആ പാലട ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. നല്ല രസമുണ്ട് കേട്ടോ. ആ പാലുണ്ടല്ലോ കുറുകി ഞങ്ങൾ ചെന്നത് 7:30-ക്കാണ് കേട്ടോ. 5 മണി തൊട്ട് ആ പാൽ അവിടെ കുറുകിയാണ് ആ കളർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. കാരണം ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂറോളം അതിനകത്തുണ്ടായിരുന്നു. ഒരുപാട് സമയം അങ്ങനെ കുറുക്കി വറ്റിക്കുമ്പോഴാണ് ആ പാലിന് ആ കളർ വരുന്നത്. ആ ഒറിജിനൽ ആ ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ വരില്ലേ, ആ ഒരു കളറാണ് എന്നിട്ട് വന്നേക്കുന്നത്. നല്ല ശുദ്ധമായ പശുപാലിൽ അത് ഉണ്ടാക്കുന്നത് കേട്ടോ. പശുത്തൊഴുത്തൊക്കെ കണ്ടല്ലോ, ഒരുപാട് പശുക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഞാൻ വളരെ എൻജോയ് ചെയ്താണ് അതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്തത്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ അതേപോലെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതും എനിക്ക് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ച ഇതാണ് 1 ലിറ്റർ പാലട, അതുപോലെ തന്നെ 1 ലിറ്റർ പരിപ്പ്. ഇത് രണ്ടും വാങ്ങി കേട്ടോ. ഇത് കുറേ കുറഞ്ഞത് വന്ന വഴിക്കൊക്കെ ഞങ്ങൾ കുടിച്ചാൽ തീർത്തത്. പക്ഷേ ബാക്കി ഒരുപാടുണ്ട്. ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ വീഡിയോയിലെ തന്നെ അത് പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും അതുപോലെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.